ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തുടക്കത്തിൽ സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവർക്ക് പോലും നല്ല ഈസി ആയിട്ട് നീറ്റായിട്ട് റെഡിമെയ്ഡ് സ്റ്റൈലിൽ എങ്ങനെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നോക്കാം. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം ഇതുവരെയായിട്ട് നിങ്ങൾ എലാസ്റ്റിക് വെച്ച് കറക്റ്റായിട്ട് വരാത്തവരാണെങ്കിലും അതുപോലെ എലാസ്റ്റിക്കിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച വൈറ്റ് പാൻറ്റിന് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ബെൽറ്റിൻ്റെ ഫ്രണ്ടിൽ 2 ഡാട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം വയറ് കൂടുതലുള്ളവർക്ക് നമ്മൾ ഡാട്ട് പിടിക്കുന്നത് നല്ലതാണ്, വയറ് തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡാട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് കാണിച്ച മെറൂൺ കളർ പാൻറ്റിന് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് വയറില്ലാത്തതായതുകൊണ്ട് ഡാട്ട് പിടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡലാണ്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റ് കളറിൻ്റെ ഈ ഒരു ഫുൾ ചുറ്റളവായിട്ടാണ് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ഫുള്ളായിട്ടും. കണ്ടില്ലേ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾ കണ്ടില്ലേ? റെഡിമെയ്ഡ് സ്റ്റൈലാണ് ഈ പാൻറ്റിൻ്റെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ ഈ പാൻറ്റിന് ബോട്ടം ഭാഗത്ത് ഓപ്പണും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ചുറ്റളവ് വെച്ചിട്ട് എങ്ങനെ എലാസ്റ്റിക് സ്റ്റിച്ച് എടുക്കാമെന്നും അതുപോലെ എലാസ്റ്റിക്കിൻ്റെ കാൽക്കുലേഷൻ, എലാസ്റ്റിക് എങ്ങനെ എടുക്കണമെന്ന് നമുക്കറിയണ്ടേ, ആ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ 2 ഭാഗത്തെ ക്രോച്ച് സൈഡും സ്റ്റിച്ച് എടുക്കണം, 2 സ്റ്റിച്ച് കൊടുക്കണം. അതുകൂടാതെ പാൻറ്റിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് എടുക്കണം, മറ്റേ സൈഡ് ലാസ്റ്റ് സ്റ്റിച്ച് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഫ്രണ്ട് പീസാണ്, മറ്റൊന്ന് ബാക്ക് പീസാണ്. കണ്ടില്ലേ, ഇതാണ് ബാക്ക് പീസ്. ഫ്രണ്ട് പീസിനേക്കാളും 2.5 ഇഞ്ച് അധികം കൊടുത്തിട്ടുണ്ട് ബാക്ക് പീസിൽ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സീറ്റ് അളവിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് താണു പോവും. മനസ്സിലാവുന്നുണ്ടോ? താണു പോവും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിൽ 2.5 ഇഞ്ച് അധികം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. നല്ല ഇരിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിൽ അധികം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് വെക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും മുകളിൽ 1/2 ഇഞ്ച് ഫസ്റ്റ് സ്റ്റിച്ച് എടുക്കണം കേട്ടോ. തയ്യൽ തുമ്പ് വിട്ടതനുസരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ എലാസ്റ്റിക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ തിക്നെസ് അനുസരിച്ച് വേണം നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട്. നമ്മൾ കട്ടി ഉള്ള എലാസ്റ്റിക് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ക്ലോത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും, എലാസ്റ്റിക് ലൂസായി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക്കാണ് എടുക്കാനായിട്ട് കേട്ടോ. ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ എലാസ്റ്റിക് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എലാസ്റ്റിക് എടുക്കുമ്പോൾ എത്ര ഇഞ്ചാണ് കുറക്കേണ്ടത് അല്ലേ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണല്ലോ. ഇപ്പോൾ ഏകദേശം വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ചിലർ ഒരു 3 ഇഞ്ച്, ചിലർ 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് അങ്ങനെയൊക്കെയാണ് ഇത് പറയാറുള്ളത് അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ലല്ലോ. എങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാൽക്കുലേഷൻ സഹിതം ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മൾ പാൻറ് ഇടുന്ന ആ ഒരു ഭാഗത്തില്ലേ, ഹിപ്പ് സൈസ്, അതായത് പൊക്കിളിൻ്റെ സെൻറ്ററിൽ ഫുൾ ചുറ്റളവായിട്ട് എടുക്കാം. ചിലവർ പൊക്കിളിന് മുകളിലായിട്ട് ഇടാറുണ്ട്, പാൻറ് ഇടാറുണ്ട്. ചിലവർ പൊക്കിളിന് താഴെയായിട്ട് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ അത് പാൻറ് ഇടുന്നത് അതിനനുസരിച്ച് വേണം ഫുൾ ചുറ്റളവായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ചുറ്റളവ് എത്രയാണോ അത് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത്, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ 32 ഇഞ്ചാണ് കിട്ടിയതെങ്കിൽ, ഫുൾ ചുറ്റളവ് 32 കിട്ടിയതെങ്കിൽ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന എത്രയാണ്? 8 ഇഞ്ച്. അപ്പം നമ്മൾ ഫുൾ ചുറ്റളവ് എത്രയായിരുന്നു? 32. 32നെ 8 ഇഞ്ച് കൊണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര വരുന്നത്? 24 ഇഞ്ച്. 24ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടാം. അപ്പം 25 ഇഞ്ച്. മനസ്സിലായല്ലോ? 25 ഇഞ്ചാണ് നമ്മൾ എലാസ്റ്റിക്കായിട്ട് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായി കിടക്കും. അപ്പോൾ ചിലവർക്ക് അത്ര ഫിറ്റ് ഇടുന്ന ഇഷ്ടമല്ല, കുറച്ച് ലൂസ് കിടക്കുന്ന ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. അധികം കൂട്ടാൻ പാടില്ല, ലൂസായി കിടക്കുമ്പോൾ ബോറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 32 ഇഞ്ചാണ്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഫുൾ ചുറ്റളവായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 41 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10.25 കിട്ടുന്നുണ്ട്. അപ്പോൾ 41 മൈനസ് 10.25 അപ്പോൾ വരുന്നത് 30.75, 30.25 വന്നിട്ടുള്ളത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 31.25 വരുന്നുണ്ട്. അപ്പം 3/4ൻ്റെ കൂടെ കാലും കൂടി കൂട്ടി 32 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് എടുക്കുക. എലാസ്റ്റിക് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അത് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ.
കട്ട് ചെയ്യുന്ന ലാസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ട്, അപ്പോൾ എലാസ്റ്റിക്കിന് കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ആ മടക്കി വെക്കുന്ന ക്ലോത്ത് എന്ത് ചെയ്യണം, എലാസ്റ്റിക്കിൽ നിന്നും ഒരു പോയിന്റ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എലാസ്റ്റിക് ക്ലോത്ത് വെച്ചെടുക്കാനായിട്ട്. അപ്പം ഇത് ഡബിൾ ഫൂട്ടാണ് കേട്ടോ. ഡബിൾ ഫൂട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിംഗിൾ ഫൂട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഡബിൾ ആയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ഫൂട്ടിൽ നിങ്ങൾക്ക് വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എലാസ്റ്റിക്കിന് കൊള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്രോച്ച് ഏരിയ, ബാക്ക് പോർഷനിലെ ക്രോച്ച് ഏരിയ ഈക്വലായി വരുന്ന രീതിയിൽ വേണം വെച്ചെടുക്കാനായിട്ട്. അവിടെ രണ്ട് ഭാഗത്തും ക്രോച്ചിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ പ്ലീറ്റും കൂടി കൊടുക്കണം. കാരണം ഫ്രണ്ട് പീസിനെക്കാളും ബാക്ക് പീസിൽ 2 ഇഞ്ച് അധികം കൊടുത്തുകൊണ്ടാണ് ആ പ്ലീറ്റിൻ്റെ ആവശ്യം വരുന്നത്. നിങ്ങൾ ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, എലാസ്റ്റിക്കിന് കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കൂലേ, വലിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വലിഞ്ഞ് വരുള്ളൂ കേട്ടോ. ഇപ്പം ആ എലാസ്റ്റിക് ഇത്ര ബാക്കിയുണ്ട്, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, കട്ട് ചെയ്ത് കളയാനായിട്ടില്ല. കണ്ടില്ലേ, ഇപ്പം വലിച്ച് അകത്തോട്ടാക്കി കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വരെ ഇതുപോലെ വലിച്ചെടുക്കാം. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വരുന്നത്, കണ്ടില്ലേ, അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് കളയാൻ, എലാസ്റ്റിക് കട്ട് ചെയ്ത് കളയാൻ. ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് വലിച്ച് എല്ലാം ഈക്വലാക്കി കൊടുക്കുക. ഒരു ഭാഗത്ത് കുറവ് ഒരു ഭാഗത്ത് കൂടുതലൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരാറില്ല, കറക്റ്റായിരിക്കും വരുന്നത് കേട്ടോ. ഒരു വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് വരും. ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന റോങ് സൈഡാണ്. അപ്പം ഇത് നല്ല സൈഡാണ് കേട്ടോ. നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ 3 സ്റ്റിച്ചും കൂടി കൊടുക്കണം. 4 ഇഞ്ച് വീതിയിൽ 3 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എലാസ്റ്റിക് വെക്കുമ്പം, അതായത് ഫസ്റ്റ് എലാസ്റ്റിക് വെക്കുക, എന്നിട്ട് അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് മടക്കി വെക്കില്ലേ, ആ മടക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ എലാസ്റ്റിക്കിന്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് എലാസ്റ്റിക് അകത്തോട്ട് അവിടെ കൊള്ളില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിൽക്കില്ല അത്. അപ്പം ഇവിടെ ഞാൻ ഒരു സ്റ്റിച്ച് മുകളിൽ 4 ഇഞ്ച് വീതിയിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, അങ്ങനെ അറ്റം വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് 4 ഇഞ്ച് വീതിയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ അറ്റം വരെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റെഡിമെയ്ഡ് സ്റ്റൈലിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനോടെ കൂടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതും 4 ഇഞ്ച് വീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അടുക്കടുക്ക കൊടുത്തു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പം കൊടുക്കുന്ന വീതിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും പൊളിഞ്ഞും ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. റെഡിമെയ്ഡ് സ്റ്റൈൽ പോലെ തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് തുടങ്ങി വരുന്നവർക്ക് പോലും ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് 2-3 മെത്തേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ട കാൽക്കുലേഷൻ 2-3 മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ അതിലൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പറഞ്ഞിട്ടില്ലേ. അപ്പം വേറെ 2 മെത്തേഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ആയി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സൈഡ് കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ആ ഒരു ഭാഗത്ത് സൈഡ് താഴെ വരെ ഒരു ഭാഗമല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള മറ്റേ ഭാഗം നമ്മൾ എലാസ്റ്റിക് വെക്കാനായിട്ട് ഓപ്പണായി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം 2 ഭാഗത്ത് സ്റ്റിച്ച് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ, അവർ തേര് വശമായതുകൊണ്ട് ഇങ്ങനെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തേര് വശം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശേഷമാണ് ഇങ്ങനെ മടക്കി വെക്കേണ്ടത്, മനസ്സിലായില്ല. ആ ഒരു ഫസ്റ്റ് കട്ട് ചെയ്ത് കളയാം, അതിന് ശേഷം മടക്കി തയ്ക്കാം കേട്ടോ. എനിക്കിവിടെ ആവശ്യമില്ല, ഞാൻ അവിടെ തേര് വശമായതുകൊണ്ട് അവിടെ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അവിടെ സ്റ്റിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കാൽഭാഗം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇതിൻ്റെ ക്രോച്ച് ഏരിയേൻ്റെ പോയിൻ്റ് കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കാനായി ശ്രമിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് വരും, കട്ടിങ് ശരിയായി കഴിഞ്ഞാൽ ആ ക്രോച്ച് ഏരിയ ആ ഒരു പോയിൻ്റ് ഈക്വലായിട്ട് തന്നെ വരും കേട്ടോ. അപ്പം ഈക്വലായി വരുന്നില്ലെങ്കിൽ കട്ടിങ് ശരിയായില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ പാൻറ്റിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ
നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ബാക്കിൽ ഇത് ബാക്ക് പോർഷനാണ്, ഇത് ഫ്രണ്ട് പോർഷനാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് കണ്ട വലിഞ്ഞു വരില്ല, താഴേക്ക് വലിഞ്ഞു വരില്ല. നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.